81, 84, 55, 56, 100. ഒളിച്ചാലും ഒളിച്ചില്ലെങ്കിൽ സാറ്റേക്കൂ. ഒളിച്ചാലും സാറ്റേക്കൂ. ഒളിച്ചാൽ സാറ്റേക്കൂ. എനിക്ക് ഒളിക്കാൻ കൊതിയടാ. നീ എത്തിയാണോടാ? ഓ ഞാൻ എണ്ണീറ്റ് വേണം നിനക്ക് ഇതുവഴി പോയി അമ്പലത്തിൽ പോയി അന്നദാനം കഴിച്ചിട്ട് അതുവഴി പോവാൻ. അന്നദാനം ഇല്ലല്ലോ, നാളെയാണ്. നാളെ? നീ വരുവോടാ? എവിടെ അന്നദാനത്തിന്? ഞാൻ വരില്ല, ഭയങ്കര തിരക്കാണ്. ഇങ്ങനെ ക്യൂ ഒക്കെ നിക്കണം, ഭയങ്കര തിരക്കാണ്. ഞാൻ വരണമൊന്നുമില്ല. ക്യൂ ഒന്നും നിക്കണ്ട, പിന്നെ നമുക്ക് വിളമ്പാൻ നിക്കാം. വിളമ്പ തന്ന ഊപ്പാട് വരും. 11 മണിക്ക് വിളമ്പം കഴിഞ്ഞാൽ പിന്നെ 6 മണിക്ക് തിരിച്ചു പോകാൻ പറ്റുള്ളൂ. മണ്ടാണിച്ച് എടാ, തള്ളി ഉണ്ണാൻ നിന്നാ 1 പ്രാവശ്യം ഊണ് കഴിക്കാൻ പറ്റൂ, വിളമ്പാൻ നിന്നാ 4 പ്രാവശ്യം ഉണ്ടാവും. അത് കൊള്ളാം. അപ്പൊ ഇനി എല്ലാ സ്ഥലത്തും നമുക്ക് വിളമ്പാൻ പോലെ പാടാ. അവിടെ എല്ലാ സ്ഥലത്തും വിളമ്പാൻ പോവാന്ന് പറഞ്ഞു. വേറെ കേസുണ്ട്. Willy White toothpaste. മറക്കണ്ട, brush before bed with Willy White toothpaste. 2 ദിവസം കൊണ്ട് ചെറിയ വയറ് വേദനടാ. എവിടെ വേദന? ഇവിടെ ചെറിയൊരു വേദന. ഇവിടെ ഇവിടെ വേദന ഉണ്ടോന്ന് എനിക്ക് ഇടിക്കില്ല. നീ കണ്ട് ഇവിടെ വേദന എടുക്കുന്നു. ഇവിടെയാണ് വേദന. ഓ ശരിയുടെ നല്ല വേദന ഉണ്ട്. നല്ല വേദന ഉണ്ട് നിനക്ക്. അതങ്ങനെ ഇവിടെ തൊട്ടിട്ട് ഇവന് വേദന പറഞ്ഞത് ശരിയാണോ? എനിക്ക് ഇവിടെ വേദന എടുക്കാം. നിന്റെ വിരല് മുറിഞ്ഞിരിക്കുന്നു. ആണോ? അവിടെ കയറി പിടിച്ചിട്ട് വേദന. എങ്ങനെയാ മുറിഞ്ഞ? എണ്ണയപ്പോ സാറ്റ് അടിച്ചപ്പോഴാ? എനിക്കെങ്ങനെ അറിയാം? പക്ഷെ വേറെ കേസുണ്ട്. ഈ വേദന കൊണ്ട് ഞാൻ ആശുപത്രിയിലൊന്നും പോകില്ല. എടാ, നീ ആശുപത്രി പോകണം. നീ അമ്മയുടെ പറഞ്ഞിട്ട് ആശുപത്രിയിൽ പോയിട്ട് ഈ മെഡിക്കൽ കോളേജിൽ പോയി സ്കാൻ ചെയ്യണം. മെഡിക്കൽ കോളേജ് സ്കാൻ ചെയ്യില്ല. മെഡിക്കൽ കോളേജ് പോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ വയറ്റിൽ ഗർഭമുണ്ടെന്ന് പറയും. എടാ, ഇപ്പൊ ഒരു ചെറുക്കനെ സ്കാൻ ചെയ്തപ്പോഴേ അവന്റെ വയറ്റിൽ ഗർഭാശയം ഉണ്ടെന്ന് പറഞ്ഞു. നീ ആലോചിച്ച് ചോദിക്കാണ്, ഞാൻ സ്കാൻ ചെയ്തിട്ട് എനിക്ക് ഗർഭാശയം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്കൂടെ ലാലി ലാലി പാട്ടും പാടിക്കുന്നു. ആലോചിച്ച് ചോദിക്കാണ്. അപ്പൊ നാട്ടുകാർ എന്നെ സംശയിക്കൂലല്ലേ? ഞാൻ എന്നെ എപ്പോഴും നിന്റെ കൂടെ നടക്കണം. നീ എന്റെ മാപ്പിളയടാ. അയ്യോ, അങ്ങനെയൊന്നും വേണ്ട, അങ്ങനെയൊന്നും വേണ്ട. അല്ല, നീ മെനങ്ങാന്നൊരു മാങ്ങ തന്നിട്ട് അതിന്റെ മാങ്ങ വേണ്ടി വിഴുങ്ങാതെ കളഞ്ഞത് നന്നായി. ഇല്ലെങ്കിൽ സ്കാൻ ചെയ്യുമ്പോ നിന്റെ വയറ്റിൽ വൃക്ക ഉണ്ടെന്ന് പറഞ്ഞേനെ. ആണ് മെഡിക്കൽ എത്തിക്സിൽ അങ്ങനെയൊക്കെ സംഭവിക്കും. എന്താടാ മെഡിക്കൽ എത്തിക്സ് എന്ന് പറഞ്ഞാ? ഇങ്ങനെയൊക്കെ പറയാനായിട്ടുണ്ട് മെഡിക്കൽ എത്തിക്സ്. അത് എനിക്കറിയാവൂ, അല്ലാതെ എനിക്ക് അറിഞ്ഞൂടാ. നീ റോഡേ കൂടെ വരാതെ കനാലിൽ കൂടെ ഒക്കെ ചാടി വരണ എന്തിന്? അതെന്നറിയാമോ? അവിടെ സുഭാഷന്റെ കടയില്ലേ? സുഭാഷിന്റെ കട. സുഭാഷന്റെ കട ഉൾക്കാടത്തിൽ എന്നെയാണ് എല്ലാ കാര്യം ഏൽപ്പിച്ചത്. ഫ്ലക്സ് അടിക്കാൻ പറഞ്ഞു. സോന നായർ ഞായറാഴ്ച വരുന്നു. ഇതാണ് മാറ്റർ. വന്നായിരുന്നു ഞായറാഴ്ച. അടിച്ചതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഇടേ. എന്ത് പറ്റി? ഫ്ലക്സിൽ ചേഞ്ച് ചെയ്ത് വന്നു. എന്ത് പറ്റി? സോന ഞായർ ഞായറാഴ്ച വരുന്നു. സോന ഞായറാ? ഓ, സോന നായർ വരുന്നു. എടാ പോടാ, അവിടെ അടിച്ചപ്പോ തെറ്റിപ്പോയി. സോന ഞായർ വരുന്നു. ഹർത്താലിന്റെ അന്ന് നമ്മളെ വീട്ടിന്റെ ഫ്രണ്ടിലല്ലായിരുന്നു? അതാണ് നിന്റെ അവിടെ ഹർത്താലിന് എന്താണ് കുറെ ആൾക്കാർ കൂടി. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹർത്താലിന്റെ വണ്ടി തടയലാണല്ലോ മെയിൻ ഹോബി. വണ്ടി തടയല്. വണ്ടി തടയാൻ വേണ്ടി ഒരു ടീം കുറെ ഒരു 10-25 പേര് 2-3 വണ്ടികളിലും കാറും ജീപ്പിലൊക്കെ ആയിട്ട് വന്നു. ഇവര് വന്ന് കുറെ നേരം നിന്നിട്ട് വണ്ടികളൊന്നും പറഞ്ഞില്ല ഇവർക്ക് തടയാൻ. പിന്നെ ഇവരെ വണ്ടി തന്നെ ഇവര് തടഞ്ഞു. അത് മനസ്സിലായില്ല. അതായത് ഇവർ 2 ടീമായി. ഒരു ടീം വണ്ടിയിൽ വരുമ്പോ മറ്റേ ടീം തടയും. അപ്പൊ മറ്റേ ടീം വണ്ടി വരുമ്പോ ഈ ടീം തടയും. അതിലൊരാൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞപ്പോ ഇവന്മാർ കലിപ്പാക്കി. എന്നിട്ട് തടയുമ്പോ വണ്ടിയും കൊണ്ട് വീട്ടിൽ പോകാൻ പറ്റില്ല. കലിപ്പാടിയെന്ന് പറഞ്ഞാൽ അതിന്റെ ഹർത്താൽ മറ്റന്നാണ്. ഹർത്താൽ ഓരോ കാര്യങ്ങൾ കൊണ്ട് വീട്ടിൽ ഇരിക്കാൻ വയ്യ. കിടന്ന് ഉറങ്ങാന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി 1 മണിക്ക് കട്ട്. ഈ കട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചൂടെടുത്ത് ചാവൂലേ? നീ വെളിയിറങ്ങി കിടക്കണം. വെളിയിറങ്ങിയ പാമ്പ് കടിക്കൂലേ? മരപ്പട്ടി കടിക്കൂലേ? എടാ, നിനക്കറിയാമോ എന്റെ വീട്ടിലെ സെൻസേ ഇല്ലേ? ഞാൻ ഇങ്ങനെ തൂങ്ങിയാണ് കിടക്കണം വെളുപ്പിന് വരെ. തൂങ്ങിങ്ങനെ ആടുവല്ലടാ. ആരും വന്ന് രാവിലെ മേളിലോട്ട് നോക്കായിരുന്നാ മതിയല്ലേ? ഭയങ്കര വീട്ടിന്റെ അകത്തും പുറത്ത് എവിടെയെങ്കിലും ഒക്കെ തൂങ്ങിയെങ്കിലും ആടാല്ലോ. എനിക്ക് വീടിന്റെ അകത്ത് പോലും കിടക്കാൻ വീട്ടിനകത്ത് പാമ്പാ? പാമ്പെന്നോ? അച്ഛൻ ചിറ്റപ്പ മാമൻ ഒരു 7 മണിയാകുമ്പോ അടിച്ച് വന്ന് അറിഞ്ഞ് വീട്ടിൽ കിടന്ന് കാണിക്കണം ബഹളങ്ങളെന്നുണ്ടല്ലോ. അലമ്പെന്ന് പറഞ്ഞാൽ ഭൂലോക അലമ്പ്. പിന്നെ ഒരു ഗുണമുണ്ട് കേട്ടാ, കൊത്തൂല. ഇത് തല പൊങ്ങൂല. കസേരയുടെ അടിയിലൊക്കെയാണ് തല ഇരിക്കുന്നത്. ഇത് പൊക്കിയാലല്ലേ കൊത്താൻ പറ്റും. എന്ത് ചെയ്യും? സ്കൂളൊന്നും തുറന്നെങ്കിൽ കൊള്ളായിരുന്നു. ഓ, തന്നോടെ പിള്ളേരക്കാരൻ പറഞ്ഞാ എനിക്കൊരു കാർട്ടൂൺ കാണാൻ പറ്റൂല. അതെന്താ? ചേച്ചിയുടെ മോനെ അവൻ ഇഷ്ടപ്പെട്ട കാർട്ടൂനെ വെക്കുള്ളൂ, എനിക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ വെക്കൂല. അണീപണി കാണാൻ പറ്റൂല. അണീപണി എന്തൊരു അങ്ങനെ എന്തൊക്കെ ഉണ്ടടാ. ഞാൻ ആലോചിച്ച് നോക്കണം. ഒരു ബിസ്ക്കറ്റ് എടുത്തപ്പോ എന്റെ കൈ കയറി പിടിച്ചിരിക്കുന്നു. എന്റെ കൈ കയറി പിടിച്ചല്ലേ ഉള്ളു. എന്റെ ചേച്ചിരമ്മ എന്റെ കയ്യിൽ കടിച്ചു. അതാണ് വിഷയം. മനസ്സിലായില്ലേ? പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്റെ വീട്ടിലെന്നുള്ള ചേച്ചിയുടെ വലിയ പിള്ളേരായിട്ട് വേറെ കുഴപ്പമൊന്നും. അതായത് പെമ്പിള്ളേരായിട്ട് രാവിലെ എണിച്ച് കുളിച്ച് കുറിയൊക്കെ തൊട്ടിട്ടേ ഒരു കളി.
എന്തൊരു കളിയടാ? ഒരു വെള്ളയും കറുപ്പും നിറമുള്ള കളങ്ങളുള്ള ഒരു പലക എടുത്ത് ഇങ്ങനെ വയ്ക്കും. വച്ചിട്ട് യൂണിഫോം ഇട്ട വെളുത്ത കുറെ പിള്ളേരെ ഇങ്ങനെ നിരത്തി നിർത്തും. എന്നിട്ട് അവരെ ബന്ധുക്കള് മാമ അച്ഛൻ ചിറ്റപ്പ അവരെ ബന്ധുക്കളെല്ലാം പിറകെ നിർത്തും. അപ്പൊ ഒരു സൈഡിൽ വെള്ള ബന്ധുക്കളാണ് നിൽക്കണമെങ്കിൽ എതിര് നിൽക്കുന്ന കറുപ്പ് ടീമുകൾ. ആ പിള്ളി യൂണിഫോം ഇട്ട പിള്ളേരെ ഇങ്ങനെ നിരത്തി നിർത്തും. അവരെല്ലാം ഒരേ പൊക്കമാണ് കേട്ടാ. എന്നിട്ട് അവരെ ബന്ധുക്കള് മാമൻ ചിറ്റപ്പ അവരെല്ലാം കൂടെ നിരത്തി നിർത്തും. എന്നിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാണ്. പക്ഷെ കളിയുടെ പേരെന്തോ അവള് പറഞ്ഞെന്താണ് എന്തോ ഒരൊറ്റ അടി അടിച്ച നല്ല മുതുക്ക കളം സ്ഥാനം വെള്ള കറുപ്പും. അതിന്റെ പേര് നിനക്ക് അറിഞ്ഞൂടാ. എന്റെ കൂട്ടുകാരൻ എന്ന് പറയാൻ എനിക്ക് നാണക്കേടാണ് കേട്ടാ. കേട്ടാ ആടത്തും പറയില്ല എന്റെ പേര് അറിഞ്ഞൂടെന്ന്. പറഞ്ഞടാ അറിഞ്ഞൂടാത്തോണ്ടല്ലേടാ. അതിന്റെ പേരാണ് ചെക്ക്. കേട്ടാ ആ കളിയുടെ പേരാണ് ചെക്ക്. പക്ഷെ ഒരു ഗതി പിടിക്കാത്ത കളിയാണ്. എന്താ നിറമൊന്നുമില്ല, എല്ലാം കറുപ്പും വെളുപ്പും. അത് പണ്ടത്തെ കളിയല്ലടാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലെ കളിയാണ്. അതാണ് അങ്ങനെ. ഒപ്പിട്ട് തരില്ല, ഒപ്പിട്ട് തരില്ല. വഴക്കാടാ കേസത്. ഒപ്പിട്ട് തരില്ല. എന്നോടൊന്നും പറയുന്നതിന്റെ പുറകെ അതും പറഞ്ഞ് നടക്കാണ്ട് ഞാൻ ഒപ്പിട്ട് തരാൻ ഒപ്പിട്ട് തരില്ല. അണ്ണന് പ്രഷർ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ചേച്ചി ഉപ്പിട്ട് തരാത്ത. ഒപ്പിട്ട് തരുന്ന കാര്യമല്ല, ഒപ്പിട്ട് തരില്ല എന്ന് പറഞ്ഞ. അത് ഞാൻ ജനിച്ചു വളർന്ന നാടാണിത്. അണ്ണന്റെ നാടാണിത്. അപ്പൊ എന്റെ സ്ഥലം ഞാൻ അവൾക്ക് ഒപ്പിട്ട് കൊടുക്കണം. എന്നിട്ട് അവളുടെ നാട്ടിൽ പോയി ഞാൻ താമസിക്കണമെന്ന്. അതായത് അണ്ണന്റെ സ്ഥലം ഇവിടെ ഒപ്പിട്ട് കൊടുത്തിട്ട് വേറെ പോയി വീട് വെക്കണമെന്ന്. പിന്നെ അണ്ണാ അങ്ങനെ ചെയ്യരുത്. ഞാൻ ചെയ്യരുത്. ഒരു കാരണവശാലും ചെയ്യരുത്. ഒരിക്കലും ചെയ്യില്ല. നമ്മളെ സ്വന്തമാണ്, നമ്മളെ കലങ്കി. ഇത് വിട്ട് നമ്മളെ പണിക്കോലും പാത്തേണ്ട കാര്യം എന്താണ്? അഭിമാനമാണ് ചേച്ചി പറഞ്ഞു കേട്ടാ. ഒപ്പിട്ട് തരില്ല, ഒപ്പിട്ട് തരില്ല, തരില്ല ഒപ്പിട്ട്. ചേട്ടാ ഉപ്പിട്ട് താ ചേട്ടാ. വീട്ടിലിരുന്നടി നാക്ക് ഇത്രണ്ടല്ലോ. വീട്ടിൽ നാക്ക് ഒപ്പിട്ട് നാക്കിലോടി ഉപ്പിട്ട് താ ചേട്ടാ. ഉപ്പിട്ട് തരില്ല, ഒപ്പിട്ട് തരില്ല. ഞാൻ തരില്ല ഒപ്പിട്ട്. നിങ്ങൾക്ക് ഒപ്പിട്ട് തരാൻ എന്താ കുരുവന്ന നിങ്ങൾക്ക്? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു എനിക്ക് ഒപ്പിട്ട് തരാൻ. നിങ്ങൾക്ക് വീട്ടിനകത്ത് മൊത്തം പട്ടണി പരിവട്ടവും എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഒപ്പിട്ട് തന്ന എന്താ കുരുവെന്ന് പറ. ഒപ്പിട്ട് തരില്ല. ഞാൻ നിങ്ങൾക്ക് ഒപ്പിട്ട് തരാൻ പറ്റുമോ മര്യാദയ്ക്ക്? ഇപ്പൊ ഞാൻ ചോദിക്കാൻ നിങ്ങൾക്ക് ഒപ്പിട്ട് തരാൻ പറ്റും? ഞാൻ പറഞ്ഞില്ല ഒപ്പിട്ട് തരാൻ പറ്റില്ലെന്ന്. നിങ്ങൾ മര്യാദയ്ക്ക് എന്തിനാണ് നിങ്ങളെ വിഷയം എന്ന് പറ. എടാ ഇങ്ങനെ 24 മണിക്കൂർ വീട്ടിനകത്ത് കയറി ഇരിക്കൂടാ. ഓരോ പ്രാവശ്യവും ഓരോ ബിസിനസ് എന്ന് പറഞ്ഞ കൂട്ടുകാരെ കൂടെ ചേർന്ന് ഓരോന്ന് കാണിച്ചിട്ട് എല്ലാം തൊലച്ചു കെട്ടി വീട്ടിൽ ഇരിക്കുന്നു. ഇപ്പം എന്താ ബിസിനസ് ചെയ്ത് കുഴപ്പം? നീ പറ. ബിസിനസ്, നിങ്ങളെ ബിസിനസിനെ കുറിച്ച് എന്റെ അടുത്തൊന്നും പറയരുത്. ഇങ്ങനെ 4 കൂട്ടുകാരന്മാരും കൂടെ ചേർന്ന് കോഴി ബിസിനസ് തുടങ്ങി. എല്ലാ ദിവസവും വൈകുന്നേരം ആവുമ്പോ കണക്ക് നോക്കാനെന്ന് പറഞ്ഞ് ഈ 5 എണ്ണം കൂടെ എന്റെ വീട്ടിനകത്ത് കയറി വരും. ഓരോരുത്തർക്കും ഓരോ കോഴി വീതം എടുക്കൂടാ. ഗ്രില്ലടിക്കുന്നു, കറി വെക്കുന്നു, ഫ്രൈ അടിക്കുന്നു, മറ്റേ ബക്കറ്റിനകത്ത് ഉണ്ടാക്കുന്നു. ബിസിനസ് ചെയ്യണ്ടേ അതില്ലേ? ബിസിനസ്. എന്നിട്ട് അവസാനം ഒരാഴ്ച കഴിഞ്ഞപ്പോ 50 കോഴിയെ കാണാനില്ലെന്ന് പറഞ്ഞ് അവർ തമ്മിൽ തന്നെ വഴക്ക്. ബിസിനസ്. ഇവള് പലതും പറയും, അങ്ങനെയൊക്കെ പറയും. അത് മാത്രോ? അത് മാത്രം. അത് പോട്ടെന്ന് വെച്ച് ഞാൻ അത് പോട്ടെ.